ഹലോ, വെൽക്കം ബാക്ക് ടു നിഷാസ് പവർഫുൾ കിച്ചൺ. നിഷാസ് പവർഫുൾ കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കുക്കറിൽ എങ്ങനെയാണ് പപ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കുക്കർ പപ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ അതിന് മുൻപായിട്ട് ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടങ്ങിയാലോ? കുക്കർ പപ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഇൻഗ്രീഡിയൻസ് ആദ്യം പരിചയപ്പെടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മൈദ, നെയ്യ്, 2 കോഴിമുട്ട പുഴുങ്ങിയത്, 4 പപ്സ് ഉണ്ടാക്കുമ്പോൾ 2 കോഴിമുട്ട പുഴുങ്ങിയത്, പിന്നെ മസാലകൾ ഗരം മസാല, മുളക്, മല്ലി, മഞ്ഞൾ, സവാള, തക്കാളി, ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവർക്ക് അത് ഉപേക്ഷിക്കാം, പച്ചമുളക്, ഒരു എഗ് വൈറ്റ് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി വയ്ക്കുക. അതിൻ്റെ മഞ്ഞക്കരു മാറ്റി വയ്ക്കുക. ഇനി നമ്മളൊരു ബൗളിലേക്ക് നമുക്ക് അതിനുള്ള ബാറ്റർ തയ്യാറാക്കാം. ഒരു ബൗളിൽ ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മഞ്ഞക്കരു ഇടുക. വെള്ളക്കരു അവിടെ ഇരിക്കട്ടെ. മഞ്ഞക്കരു അതിലേക്ക് ഇട്ടതിന് ശേഷം 1 സ്പൂണ് നെയ്യ് ചേർക്കാം. നെയ്യ് ചേർത്തു. പാകത്തിന് ഉപ്പിടുക. അതുപോലെ തന്നെ 1 നുള്ള് പഞ്ചസാര ചേർക്കാം. ഉപ്പിട്ടു, പഞ്ചസാരയും ചേർക്കുക. ഇനി കയ്യിൽ അല്പം ഓയിൽ തടവിയിട്ട് നമുക്ക് മാവ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാം. നമ്മളൊരു ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ, എന്നാൽ അതിനേക്കാൾ കുറച്ചും കൂടെ ഒന്ന് ലൂസാവണം. ആ രീതിയിൽ നമ്മൾ മൈദ കുഴച്ചെടുക്കുക. ഇപ്പോൾ നമ്മളിട്ടത് മൈദ 1 കപ്പ്, കോഴിമുട്ടയുടെ മഞ്ഞ, പിന്നെ 1 സ്പൂൺ നെയ്യ്, ഉപ്പ്, പഞ്ചസാര കൂടുതൽ വേണ്ട, കുറച്ച് മതി. പാകത്തിന് വെള്ളം, തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കുഴയ്ക്കാൻ പാകത്തിന്. വെള്ളം ഏറരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം ഏറാതെ കയ്യിൽ എണ്ണ തടവിക്കോളൂ, ഇല്ലെങ്കിൽ ആ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അറിയാത്തവർ അത് ചെയ്യുക. എണ്ണ തടവിയില്ലെങ്കിൽ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. നന്നായി മാവെല്ലാം കൂട്ടിച്ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം കൈകൊണ്ട് ആദ്യം ഒരു തവി കൊണ്ട് ഇളക്കി കൊടുക്കാം. പിന്നീട് അതെല്ലാം മാറ്റി നമ്മളെ കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് മാവ് കുഴച്ച് പദം വരുത്തണം. നന്നായിട്ടിപ്പോൾ ഞാനത് തവി മാറ്റി വെച്ചു. ഇനി കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് മാവ് റെഡിയാക്കി വന്നിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ വേറിട്ട് വരുന്ന പരുവാവും. ഇനി അതവിടെ നന്നായിട്ട് കുഴച്ചതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ കാരണം കോഴിമുട്ടയൊക്കെ ചേർത്തതല്ലേ. അപ്പോൾ അല്ലെങ്കിൽ മൈദ മാവ് നമ്മൾ ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ തന്നെ സോഫ്റ്റായി കിട്ടും. അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. അതിന് ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചൂടായി വന്നപ്പോൾ ഓയിൽ ഒഴിച്ചു. സൺഫ്ലവർ ഓയിൽ അങ്ങനെ എന്തെങ്കിലും ഒഴിക്കുകയാണ് നല്ലത്, വെളിച്ചെണ്ണ ഒഴിക്കേണ്ട. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സവാള ഇട്ട് നന്നായി വഴറ്റുക. അപ്പോൾ സവാള നന്നായി വഴണ്ട് വരാൻ നമുക്കൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാവർക്കും അറിയാം. കുറച്ച് ഉപ്പിട്ടാൽ മതി. അപ്പോൾ അതുപോലെ ഞാൻ ഇതിലേക്ക് ആ മസാലയ്ക്ക് വേണ്ട ഉപ്പ് ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പേറാതെ നോക്കണം. മസാലയിൽ ഉപ്പേറി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉപ്പില്ലാതിരുന്നാലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാ അളവുകളെല്ലാം കറക്റ്റ് ആവണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സ്വാദിൽ കിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റുകയാണ്. എന്നിട്ട് അതിൻ്റെ കളറ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക.
തീ എപ്പോഴും സിമ്മിലിട്ടോളൂ കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാം. ചില ഭാഗങ്ങളിൽ നമുക്ക് വെന്ത് കിട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് കൂട്ടി കൊടുക്കാം. ഏകദേശം ഇപ്പോൾ അത് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള എല്ലാ കഷ്ണങ്ങളും ഇട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലകൾ മാറ്റി വെച്ചിരുന്ന മസാല ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പാകത്തിന് എത്രയാണോ നമ്മൾ മസാല എടുക്കുന്നത് അതിന് പാകത്തിന് എത്രയാണോ നമ്മൾ മസാല ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് പാകത്തിനുള്ള പൊടിവർഗ്ഗങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ ഇത്രയാണ് ഞാനിവിടെ ചേർത്തത്. ഉള്ളി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ മാറ്റി വെച്ചിരുന്നു, അതും ചേർക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് അതിൽ ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ ഒരു സ്വല്പം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഏറരുത്. മസാലകളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒന്ന് നല്ലോണം ഡ്രൈ ആവും. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അത് ചേർക്കുകയാണ്. മാറ്റി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇപ്പോൾ ഏകദേശം മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം അടി പിടിക്കാതെ നോക്കണം. എന്നതിന് ശേഷം അതൊന്ന് മസാല നമ്മൾ മാറ്റി വയ്ക്കുക. മാറ്റി വെച്ച് അതൊന്ന് ചൂടാറുകയാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ആ പരത്തിയെടുക്കുന്ന ഷീറ്റിലേക്ക്, പപ്സ് ഉണ്ടാക്കുന്ന ഷീറ്റിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ച റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ബാറ്റർ ചപ്പാത്തി പരത്തുന്നത് പോലെ നമ്മൾ പത്തിരിയുടെ കല്ലിലിട്ടിട്ട് പരത്തിയെടുക്കുക. കുറച്ച് ചെറിയൊരു കട്ടിയിൽ ആവാൻ, നല്ല നൈസാവുകയും ചെയ്യരുത്. അങ്ങനെ നന്നായിട്ട് വലുപ്പത്തിൽ നമുക്ക് എങ്ങനെയാണോ വലുപ്പം വേണ്ടത് പപ്സിന് അതിനനുസരിച്ചൊന്ന് പരത്തിയെടുക്കുക. വട്ടത്തിലിങ്ങനെ പരത്തിയെടുക്കുക. നല്ല രീതിയിൽ കറക്റ്റ് ഏകദേശം വട്ടായിക്കോട്ടെ. എന്തായാലും നമ്മളതിനെ സ്ക്വയർ ഷീറ്റാക്കിയിട്ടാണ് മാറ്റാൻ പോകുന്നത്. ഇപ്പോൾ വട്ടമല്ലെങ്കിൽ നമ്മൾ ഒരു കത്തി ഉപയോഗിച്ച് 4 സൈഡ് നമ്മൾ വെട്ടി മാറ്റും. ഇപ്പോൾ സർക്കിളാണല്ലേ, അത് നമ്മൾ സ്ക്വയറാക്കി മാറ്റുകയാണ്. കണ്ടോ, 4 വശത്തുനിന്നും ഒരേപോലെ നല്ലൊരു ചതുരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ മാറ്റുക. ഇത് വേസ്റ്റ് അല്ല കേട്ടോ, കാരണം അടുത്ത ഉരുട്ടുമ്പോൾ നമുക്കിതെല്ലാം ഈ മുറിച്ച് മാറ്റിയ പീസെല്ലാം ചേർത്ത് നമ്മൾ വേറൊരു ഉരുട്ടാം. അപ്പോൾ അതുകൊണ്ട് അത് വേസ്റ്റായി പോകുന്നില്ല. നമുക്കിവിടെ ഒരു ഷീറ്റ് വേണം സ്ക്വയറിൽ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മുറിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു ചതുരത്തിലൊരു ഷീറ്റ് കിട്ടി. ഇനി അതിലേക്കാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. ഞാനിവിടെ ചൂടുണ്ട് കുറച്ച്, അതുകൊണ്ടാണ് ചൂടാറിയതിന് ശേഷം ഇടാൻ ശ്രമിക്കുക കേട്ടോ. മസാല വേണ്ടത് ഓരോ പപ്സിലേക്കും വേണ്ട മസാല ഇടുക. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ച കോഴിമുട്ട ഒന്നില്ലെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നടുമുറിച്ച് ഇങ്ങനെ കോണോട് ചേർത്തിട്ട് വേണം കോഴിമുട്ട വെച്ച് കൊടുക്കാൻ. ഇനി 4 കോണുകളും മടക്കി വയ്ക്കുക. കോണോട് കോണ് മടക്കി വെച്ച് മസാലയും എഗ്ഗെല്ലാം അതിൻ്റെ ഉള്ളിലാകുന്ന രീതിയിൽ വൃത്തിയിൽ മടക്കിയെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, പപ്സിൻ്റെ രൂപമായിട്ടുണ്ട് അല്ലേ. ഇനി ഈ മടക്കി വെച്ച ഭാഗം അടിയിലാകുന്ന രീതിയിൽ മാത്രമേ നമ്മൾ ആ പപ്സിനെ വെക്കാൻ പാടുള്ളൂ എപ്പോഴും. കാരണം അടിയിൽ മസാലയാണ്, അപ്പോൾ മസാല ഷീറ്റ് വേറിട്ട് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എഗ്ഗ് എപ്പോഴും അടിയിലാകുന്ന രീതിയിൽ, ആ മടക്കി വെച്ച ഭാഗം എപ്പോഴും അടിയിലാകുന്ന രീതിയിൽ വേണം നമ്മൾ കുക്കറിലേക്കൊക്കെ വെക്കാനും. കുക്കറിൽ വെക്കുന്നതിനേക്കാൾ മുന്നേ നമ്മളത് എഗ് വൈറ്റ് മാറ്റി വെച്ചിരുന്നു അല്ലേ, ആ എഗ് വൈറ്റ് ഈ പപ്സിൻ്റെ മീതെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് പുരട്ടി കൊടുക്കുക. അപ്പോഴേക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. ആ ചൂടായ കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു. അധികമൊന്നും എണ്ണ വേണ്ട, നമുക്കിതൊന്ന് ചൂടായി കിട്ടുന്ന എണ്ണയെ വേണ്ടുള്ളൂ. എല്ലാം നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ 3 പപ്സാണ് ഞാനിപ്പോൾ അതിൽ വെച്ചത്. കുക്കറിൽ അടുക്കി ഒതുക്കി വെച്ചു. ഒക്കെ എഗ് വൈറ്റ് തേച്ചതിന് ശേഷം അപ്പോൾ നമുക്ക് വേറിട്ട് വേഗം കിട്ടും. കുക്കർ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് വേവിക്കുക. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ്. അപ്പോൾ ഓരോന്നായിട്ടൊന്ന് മറച്ചിട്ട് കൊടുക്കുക.
ഓരോ പപ്സും നമുക്ക് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. ഏതൊക്കെ ഭാഗമാണോ ചിലപ്പോൾ ഈ 4 ഭാഗങ്ങളിലും അരുഭാഗങ്ങളിലൊന്നും എണ്ണയിൽ കിടന്ന് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് നമുക്ക് എല്ലാ ഭാഗവും കണ്ടോ ഇതേപോലെ ചെരിച്ച് വെച്ച് കൊടുത്തിട്ട് വേവിക്കാം. അങ്ങനെ വളരെ ഈസി ആയിട്ട് അടി പിടിക്കാതെ കിട്ടും കേട്ടോ. നമ്മൾ എഗ് വൈറ്റൊക്കെ അല്ലേ ചേർത്തിട്ടുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കൊന്നുമില്ല, നല്ല വൃത്തിയിൽ കിട്ടും. ഈ ഫില്ലിങ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. നമ്മളതിൽ കൊടുത്തുള്ള മസാലക്കൂട്ടുകളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഐഡിയയ്ക്ക് അനുസരിച്ച് മാറ്റി കൊടുക്കാം. ഇങ്ങനെ ഞാൻ ഓരോ പപ്സിൻ്റെയും 4 അരുഭാഗങ്ങളും എണ്ണയിൽ വെച്ച് ഇങ്ങനെ വേവിച്ചെടുത്തു. മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചു. അങ്ങനെ ആദ്യം ഞാൻ വെച്ചത് 3 പപ്സായിരുന്നു. ആ 3 എണ്ണം ഇപ്പോൾ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ പപ്സ് ഉണ്ടാക്കാൻ. ഒരു വീട്ടിൽ ചെറിയൊരു കുടുംബത്തിന് കഴിക്കാനുള്ള പപ്സൊക്കെ ഇഷ്ടം പോലെയായി. എപ്പോഴും നമുക്ക് ബേക്കറി പോയിട്ട് വാങ്ങിച്ച്, ഇതാകുമ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കിയത് ധൈര്യമായിട്ട് കഴിക്കുകയും ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇത്രയേ ഉള്ളൂ കുക്കർ പപ്സിൻ്റെ കാര്യം. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത ഇഫ്താർ വിഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബായ്. താങ്ക് യു.